ഞാൻ ഇന്നൊരു ഹാപ്പി വ്ലോഗ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഹാപ്പിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ വീഡിയോ ഇടുക എന്നുള്ളത്. അത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണുള്ളത്. കാരണം എനിക്ക് ഇപ്പം ജാനുവരിയിൽ ഇപ്പം എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഇരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സമയം കിട്ടത്തില്ലായിരുന്നു. മാർച്ചിലും എനിക്ക് സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പരീക്ഷയുടെ സമയമാണ്. എല്ലാ സ്കൂളിലും തന്നെ പരീക്ഷയുടെ സമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടുകയില്ലായിരിക്കും. പക്ഷേ ഞാൻ ഫെബ്രുവരി, ഏപ്രിൽ, മെയ് അങ്ങനത്തെ സമയങ്ങളിലൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് 3ാം ക്ലാസ് വെച്ചിട്ടാണ്. പക്ഷേ ഞാൻ ഈ യൂട്യൂബിൽ ഷോർട്സൊക്കെ ഡാൻസ് റീലൊക്കെ ഞാൻ ഇടുമായിരുന്നു. അപ്പോഴൊക്കെ വിചാരിച്ചു ഒരു വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഈ സംസാരം എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം എൻ്റെ ശബ്ദം എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമൊന്നുമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇങ്ങനെ ഒരു വർഷത്തോളം ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടം ഞാൻ മാറ്റി വെച്ചു. പക്ഷേ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് കൂടെയാണ് ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ വലുതായിട്ട് പഠിച്ചില്ലെങ്കിലും എനിക്ക് ഒരുമാതിരിയൊക്കെ എനിക്കറിയാം. കാരണം ഇങ്ങനെ ചില യൂട്യൂബ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ വേണം എനിക്ക് തോന്നും. എനിക്കും അങ്ങനെ ഒരാളാകണം എന്ന് എനിക്ക് തോന്നും. അങ്ങനെയുള്ളൊരു എന്നാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചല്ലോ എന്നുള്ളൊരു ഓർത്തിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടട്ടെ എന്ന് ഞാൻ ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ. നിങ്ങൾക്ക് ഹാപ്പിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ഹാപ്പിയാണ്. കാരണം ഇതെൻ്റെ ഒരു പാഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാന്നുള്ളത്. അത് ഇത്രയും കാലം ഇങ്ങനെ ലാഗ് അടിച്ച് മാറ്റി വെച്ചത് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് ഒരു സിറ്റുവേഷനൊന്നും ഒത്തു വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ലാഗ് അടുപ്പിച്ചത്. അപ്പം എനിക്ക് പുതിയതായിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കര പുതിയ യൂട്യൂബ് ചാനലൊന്നുമല്ല, എൻ്റെ ജിയാജുഡി ക്രിയേഷൻസ് അതിൽ തന്നെയാണ്. ഞാനിപ്പോൾ പേര് മാറ്റി പ്രൊഫൈല് മാറ്റിയതേ ഉള്ളൂ. അത് ഞാനിങ്ങനെ ഓരോ പരിപാടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ പതിയെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നല്ല സന്തോഷമുണ്ട്. ഇനിയും എല്ലാ ദിവസവും വീഡിയോ ഇടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഹാപ്പിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്ക് നല്ല ഹാപ്പിയാണ്. പിന്നെ ഈ മാർച്ചൊക്കെ എന്ന് പറയുമ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് നല്ല കാരണം എനിക്കിപ്പം സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് അങ്ങനെ എല്ലാ ദിവസവും സ്കൂളുള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വീഡിയോ എടുത്ത് ഇടണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ സ്കൂളുള്ളത് കൊണ്ട് ഈ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇതാണ് കേട്ടോ. കാരണം നമ്മൾ വൈകുന്നേരം പോയിട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുന്ന ടാസ്ക് ആയതുകൊണ്ടൊന്നുമല്ല, എനിക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും എല്ലാ ദിവസവും വീഡിയോ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിഞ്ഞൂടാ, പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടും. അപ്പം ഇതാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഹാപ്പി ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് നല്ല ഹാപ്പി ഉണ്ട്. ഞാൻ എത്രാമത്തെ പറയുന്നത് എനിക്കറിഞ്ഞില്ല. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഞാൻ പറയാൻ വന്നുള്ളൂ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ട് ഞാനും കുറേ ചിരിക്കാറുണ്ട്. എനിക്ക് അത് കുഞ്ഞുനാളിൽ ഇട്ട കുറച്ച് വീഡിയോസാണ്. അത് ഞാൻ വിചാരിച്ചു ഓർമ്മകളായിട്ട് അവിടെ തന്നെ കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളെ മാറ്റാതിരുന്നത്. ഇനി ഞാൻ മാറ്റുന്നൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കാണണം. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.